ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്? എങ്ങനെയാണ്? രാത്രി ഒരു 11 മണി കഴിഞ്ഞ് അത് ഞാൻ 10:15 കടന്ന് ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ വന്ന് കടന്ന് നോക്കിയപ്പോൾ ഒരു ആംബുലൻസും കോഴിവണ്ടി കൂടെ കൂട്ടി ജാമായി കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ആൾക്കാർ നടക്കുന്നവരെല്ലാവരും കൂടി ചേർന്ന് പൊളിച്ച് വണ്ടി രണ്ടും ആംബുലൻസും പിന്നെ കോഴിവണ്ടിയും പൊളിച്ചാണ് അവർ ജീവനൊക്കെ എല്ലാവരും പുറത്തെടുത്തത്. ഡ്രൈവറേയും മറ്റുള്ളവർ. ഈ സ്ഥലം ഒരു അപകട മേഖലയാണ്. ഇതൊരു അപകട മേഖലയാണ്. സാധാരണ മിക്കവാറും ഇത് ഉണ്ടായിരുന്നു. പിലാപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്കും അവിടുന്ന് വരുന്ന മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിക്കും ഉള്ള കൂട്ടിക്കൂട്ട് ധാരാളം നടക്കുന്നുണ്ട് ഇവിടെ. ഈ ആ ഏരിയയാണത്. രക്ഷാപ്രവർത്തനത്തിൽ വേറെ പ്രയാസപ്പെട്ടു. പുറത്തെടുക്കാൻ വളരെ പാടുപെട്ടു. ഇവിടെ ആൾക്കാർ കൂടി 100-200 പേര് മേലുണ്ടായിരുന്നു ആൾക്കാർ. അവരെല്ലാവരും കൂടെ വന്ന് അവരുടെ സഹായത്താലും പോലീസിനും ഫയർ ഫോഴ്സിൻ്റെയും സഹായത്തോടു കൂടി പൊളിച്ചെടുത്ത് പിന്നെ അവരെ. എപ്പോഴും ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. മെനിങ്ങാന്നും നടന്ന് ഇന്നലെ ഇവിടെ നടന്നു. ഇവിടെ വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ കൊണ്ട് അവിടുന്ന് വരുന്ന വണ്ടി ഇവിടുന്ന് വരുന്ന വണ്ടിയും കാണത്തില്ല. ഇവിടെ കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിള്ളേർ സ്കൂൾ പിള്ളേർ എപ്പോഴും ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. എപ്പോഴും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കൊണ്ട് ഏതെങ്കിലും ഒരു 2 വീലർ ആക്സിഡൻ്റ് ആവാത്ത ദിവസങ്ങളില്ല. ഇവിടെ ഒരു 2 വീലർ ആക്സിഡൻ്റ് ആവാത്ത ദിവസങ്ങളില്ല. അത്രയും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കോഴിക്കടയുണ്ട്. ഞാൻ കോഴി ഇറക്കാൻ വരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. കോഴി കൊണ്ടുവരുന്ന സമയത്താണ് സംഭവം നടക്കുന്നത്. ഇവിടെ എന്തോ നടക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ സർക്കാർ ഒന്നും ഇതിന് ഒരു പരിഹാരവും കാണുന്നതുമില്ല.